പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് പദ്ധതിയാണ് പനാമ കനാൽ. ലോകത്തിൽ ഇന്നേ വരെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് പദ്ധതികളിൽ ഏറ്റവും വലുതും പ്രയാസമേറിയവയിൽ ഒന്നുമാണ് ഈ കനാൽ. വാസ്തുവിദ്യയുടെ ചരിത്രത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ഈജിപ്തിലെയും മറ്റ് പുരാതന യൂറോപ്യൻ രാജ്യങ്ങളിലെയും നാഗരികത ഉടലെടുത്തതോടെയാണ് വാസ്തുവിദ്യയും സജീവമാകുന്നത്. ഈജിപ്തിലെ പിരമിഡും ആഗ്രയിലെ താജ്മഹലും പെറുവിലെ മാച്ചു പിച്ചുവും ചൈനയിലെ വൻമതിലും പോലുള്ള ലോകാത്ഭുത നിർമ്മിതികൾ ശാസ്ത്ര പുരോഗതിക്ക് മുമ്പുണ്ടായിട്ടുള്ളതാണ്. ആധുനിക എഞ്ചിനീയറിംഗിന്റെ വിസ്മയം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാണുള്ളത്. പനാമ കനാൽ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിതമായ അത്ഭുതങ്ങളിലൊന്നായ പനാമ കനാൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു. ഇന്നേ വരെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് പദ്ധതികളിൽ വെച്ച് ഏറ്റവും വലുതും പ്രയാസമേറിയതുമാണ് പനാമ കനാൽ നിർമ്മാണം. രണ്ട് സമുദ്രങ്ങളെ ബന്ധപ്പെടുത്തി ചരക്ക് നീക്കത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പനാമയ്ക്കടുത്ത് ഒരു രണ്ടുവരി കനാൽ എന്ന ആശയം രൂപം കൊണ്ടത് 16-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ അതിനുള്ള ആദ്യ ശ്രമം നടത്തിയത് 1880-ൽ ഫ്രഞ്ചുകാരുടെ നേതൃത്വത്തിലായിരുന്നു. പനാമ എന്ന കുഞ്ഞൻ രാജ്യത്തേക്കാൾ പ്രശസ്തമാണ് അവിടുത്തെ ആ കനാൽ. പനാമയിലെ ഇസ്തുമസിന് കുറുകെ കനാൽ നിർമ്മിക്കാൻ 1534-ൽ റോമൻ ചക്രവർത്തിയും സ്പെയിനിലെ രാജാവുമായ ചാൾസ് അഞ്ചാമൻ ആശയം അവതരിപ്പിച്ചു. കടലിൽ മണ്ണ്, എക്കൽ, പവിഴപ്പാറകൾ എന്നിവ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന തുരുത്താണ് ഇസ്തുമസ്. സ്പെയിനിനും പെറുവിനും ഇടയിൽ യാത്ര ചെയ്യുന്ന കപ്പലുകളുടെ യാത്ര സുഗമമാക്കുന്നതിന് അമേരിക്കയിലൂടെയുള്ള ഒരു റൂട്ടിനായി ഒരു സർവേക്ക് രാജാവ് ഉത്തരവുമിറക്കി. പോർച്ചുഗീസുകാരെക്കാൾ സൈനിക നേട്ടമുണ്ടാക്കാനായിരുന്നു സ്പാനിഷുകാരുടെ ശ്രമം. അറ്റ്ലാന്റിക് സമുദ്രത്തെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന പനാമയിലെ 82 കിലോമീറ്റർ, അതായത് 51 മൈൽ കൃത്രിമ ജലപാതയാണ് പനാമ കനാൽ. കനാൽ തുറന്നതോടെ തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഡ്രേക്ക് പാസേജും ഹോൺ മുനമ്പും വഴിയുള്ള ദൈർഘ്യമേറിയ ജലഗതാഗത മാർഗത്തിന് ആവശ്യക്കാർ കുറഞ്ഞു. ന്യൂയോർക്ക് മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ ഹോൺ മുനമ്പ് ചുറ്റിയാണെങ്കിൽ 22,500 കിലോമീറ്ററും പനാമ കനാൽ വഴിയാണെങ്കിൽ 9,500 കിലോമീറ്ററുമാണ് സഞ്ചരിക്കേണ്ടത്. അമേരിക്കയുടെ പണവും ഫ്രഞ്ച് സാങ്കേതിക വിദ്യയുമായിരുന്നു പനാമ കനാൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. 1904 മുതൽ 1914 വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ദേശീയ ചിലവായിരുന്നു പനാമ കനാലിൻ്റെ നിർമ്മാണം. നിർമ്മാണവേളയിൽ പലതരം ആശങ്കകൾ ഉയർന്നിരുന്നു. പനാമ എന്ന രാജ്യം തന്നെ കടലിനടിയിലായി പോകുമെന്നായിരുന്നു ആശങ്ക. 1990കളുടെ തുടക്കമാണ് അമേരിക്ക കനാൽ നിർമ്മാണം ഏറ്റെടുത്തത്. കനാലിൻ്റെ നിർമ്മാണ സമയത്ത് മലേറിയയും മഞ്ഞപ്പനിയും തുടങ്ങിയ മഹാമാരികളും അതിനു പുറമെ മണ്ണൊലിപ്പും തടസ്സമായെത്തി. കനാൽ പൂർത്തിയായപ്പോഴേക്കും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും 27,500 തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടമായത്. 1914 ആഗസ്റ്റ് 15-നാണ് പനാമ കനാൽ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഔദ്യോഗികമായി തുറന്നുകൊടുത്തത്. പ്രകൃതിദത്തമായ നിരവധി അനുകൂല സാഹചര്യങ്ങൾ മുതലാക്കിയാണ് കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഏകദേശം $37 കോടി നിർമ്മാണ ചെലവ്. കപ്പൽ കനാലിലൂടെ കടന്നു പോകുന്നത് വലിയ അളവിൽ സാങ്കേതിക വിദ്യയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്തിയാണ്. കനാൽ പൂർണ്ണമായും കടലിൻ്റെ ഭാഗമല്ല. കടലിൻ്റെയും തടാകത്തിൻ്റെയും സ്വഭാവം ഈ ജലപാതയ്ക്കുണ്ട്. കനാൽ യാത്ര തുടങ്ങാൻ ആദ്യം കടലിൽ നിന്ന് കനാലിലേക്ക് കപ്പൽ കയറ്റണം. പിന്നീട് കടലിലേക്ക് തന്നെ തിരിച്ചിറക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സമുദ്ര ജലനിരപ്പും കനാൽ ജലനിരപ്പും തമ്മിൽ ഉയരത്തിൽ വ്യത്യാസമുണ്ടെന്നതാണ്. സമുദ്രജലത്തെ അപേക്ഷിച്ച് ലവണ സാന്ദ്രതയിലും പ്ലവക്ഷമബലത്തിൻ്റെ കാര്യത്തിലും കനാലിലെ ജലം വിഭിന്നമാണ്. കൂടാതെ കനാൽ സ്ഥിതി ചെയ്യുന്നത് ഒരു പർവ്വത ഭാഗത്താണ്. ഇത്തരം വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനാൽ കടലിനെ അപേക്ഷിച്ച് കനാൽ ഉയർന്ന ജലവിധാനമായി നിലകൊള്ളുന്നു. ഇതുമൂലം കപ്പലുകൾക്ക് കനാലിലേക്ക് കയറുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും പ്രശ്നമുണ്ടാകുന്നു. ഇത് പരിഹരിക്കുന്നതിനായി കനാലിൽ ചിപ്പ് സംവിധാനമുള്ള 3 ലോക്കുകളുണ്ട്. ഗാറ്റൂൺ, പെഡ്രോ, മിഗൽ ആൻഡ് മിറാഫ്ലോസ എന്നിവയാണവ. കനാൽ മുഖത്തെത്തുന്ന കപ്പലുകൾ കുറച്ചുനേരം അവിടെ നിർത്തിയിടുന്നു. കപ്പലുകളുടെ മുൻഭാഗം ഉയർത്തിയെങ്കിൽ മാത്രമേ കനാലിലേക്ക് പ്രവേശിക്കാനാവൂ. കനാലിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു അറയുണ്ട്. സമുദ്രനിരപ്പിലുള്ള ജലവിധാനമാണവിടെ. കപ്പൽ ചേംബറിൽ കയറ്റി ലോക്ക് ചെയ്യുന്നു. അവിടെ ചിപ്പ് സംവിധാനമുണ്ട്.
ഈ ചിപ്പ് തുറന്ന് ജലം പമ്പ് ചെയ്യുന്നു. ഇതിനായി പ്രത്യേക ഡാം പണിഞ്ഞ് വൻതോതിൽ ജലം ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ചിപ്പ് തുറന്ന് ജലമെത്തുന്നതോടെ കപ്പലാകെ ഉയർത്തപ്പെടുന്നു. കപ്പൽ മുന്നോട്ടെടുത്ത് കനാലിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് അടുത്ത ഘട്ടത്തിൽ ഇതുപോലെ വേറൊരു ചേംബറിൽ കപ്പൽ പിന്നെയും ഉയർത്തപ്പെടുന്നു. അങ്ങനെ ക്രമമായി 25 മീറ്റർ വരെ കപ്പൽ ഉയരുന്നു. കനാൽ മറികടന്ന ശേഷം മറുവശത്ത് കപ്പൽ എത്തുമ്പോൾ വീണ്ടും നിർത്തിയിടുന്നു. ശേഷം കനാലിൽ നിന്ന് ചിപ്പുകൾ ഉപയോഗിച്ച് ജലം പിൻവലിച്ച് ഉയരം കുറച്ച് കപ്പലിന്റെ മുൻവശം മെല്ലെ കടലിലേക്ക് ഇറക്കുന്നു. അവിടെയും സമാനമായ ചേംബറുണ്ട്. കപ്പൽ ക്രമേണ വലിയൊരു താഴ്ചയിലേക്ക് പോകുന്നതായി തോന്നും. ഒന്നിലധികം കപ്പലുകൾക്ക് കനാലിലൂടെ ഒരേ സമയം സഞ്ചരിക്കാം. പക്ഷേ ഒരു സമയത്ത് ഒരു കപ്പലിന് മാത്രമേ കയറുകയോ ഇറങ്ങുകയോ ചെയ്യാനാകൂ. കനാലിന്റെ ദൂരത്തിനിടയ്ക്ക് നിരവധി പോയിന്റുകളിൽ കപ്പലുകൾക്ക് നങ്കൂരമിടാനുള്ള സൗകര്യവുമുണ്ട്. കനാൽ പനാമയെക്കാളും അമേരിക്കയുടെയും യൂറോപ്യൻ ശക്തികളുടെയും ആവശ്യമായിരുന്നു. പനാമയുടെ പരമാധികാരത്തിന് മുകളിൽ അമേരിക്കയുടെ കടന്നുകയറ്റമായും കനാൽ നിർമ്മാണം വിലയിരുത്തപ്പെടുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കപ്പൽ ഗതാഗത രംഗത്ത് സംഭവിച്ച വിപ്ലവകരമായ മാറ്റങ്ങളെ വിജയകരമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പനാമ കനാൽ ഇന്നും വിജയകരമായി മുന്നോട്ടു പോകുന്നു. പനാമ എന്ന ചെറു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഈ കനാൽ. പനാമയുടെ മൊത്തം ദേശീയ വരുമാനത്തിന്റെ 80% കനാലിൽ നിന്നാണ്. കൊളംബിയയുടെ കോളനിയായിരുന്ന പനാമ 1903 സ്വതന്ത്രമായത്. 1979 വരെ കനാൽ മേഖലയ്ക്ക് മേൽ പനാമയ്ക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നില്ല. 1979 നിലവിൽ വന്ന അമേരിക്ക കൂടി ഉൾപ്പെട്ട പനാമ കമ്മീഷൻ കരാർ പ്രകാരം പനാമയ്ക്ക് കനാൽ പ്രദേശത്ത് സ്വയം ഭരണാധികാരവും 2000 ജനുവരിയിൽ പൂർണ്ണ നിയന്ത്രണവും ലഭ്യമാക്കി. 2000 വരെ കനാലിന്റെ ഭരണപരമായ ചുമതലകൾ നിർവഹിച്ചിരുന്നത് അമേരിക്കയായിരുന്നു. പനാമയ്ക്കും അമേരിക്കയ്ക്കുമിടയിൽ പലപ്പോഴും തർക്ക വിഷയമായിരുന്നു ഈ കനാൽ. 5000-ഓളം കപ്പലുകളെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന കനാലിൽ മൂന്നാമതൊരു വരി കൂടി ഉൾപ്പെടുത്തി 14,000-ഓളം കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി കൈവരിച്ചിരിക്കുകയാണ്. പനാമ കനാൽ നിർമ്മിച്ച് 102 വർഷങ്ങൾക്ക് ശേഷം 2007 കനാലിന്റെ 3ാം വരിയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്.